നമസ്കാരം. മുല്ലപ്പെരിയാറിൽ ജനങ്ങളുടെ ആശങ്കയ്ക്ക് പുല്ലുവില കൊടുത്ത് പിണറായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വിഷയത്തിൽ പൊതുജനരോഷം ശക്തമാകുകയാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നും നിലവിലുള്ളത് ശക്തിപ്പെടുത്തണമെന്നും അതേസമയം ആശങ്ക വേണ്ടേ എന്നുമൊക്കെയായി പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുമ്പോഴും മുല്ലപ്പെരിയാർ എന്ന ചർച്ച തന്നെ അവസാനിപ്പിക്കാനാണ് പിണറായി സർക്കാരിന്റെ ശ്രമം. വിഷയത്തിൽ ആശങ്ക ഉയർത്തുന്നവരെ കേസെടുത്തൊതുക്കാനുള്ള ശ്രമവും തകൃതിയായി നടക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചരണത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തുമെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അനാവശ്യമായി ഭീതി പരത്തുന്ന ബ്ലോഗർമാരെ നിയന്ത്രിക്കുമെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നുമാണ് മന്ത്രിയുടെ വാക്കുകൾ. എന്തായാലും അങ്ങനെ കേസ് എടുക്കാനാണ് എങ്കിൽ ആദ്യം അകത്തു പോകേണ്ട ചില പ്രമുഖരുടെ ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം പരിഗണന കൊടുക്കേണ്ടത് സാക്ഷാൽ പിണറായി വിജയന്റെ പഴയ പ്രസംഗത്തിന് തന്നെയാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഏറ്റവും ഭീതിജനകമായി സംസാരിച്ച പിണറായി വിജയന്റെ 2012 ആ പ്രസംഗം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയപ്പോൾ അന്നത്തെ അതേ ഡാമിന് തനിയെ ബലം വെച്ചോ എന്ന സംശയവും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. മുൻ മന്ത്രി എം എം മണിയുടെ പ്രസംഗവും ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. ഭീതി ജനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവരെ പിടിച്ചകത്തിടുമെന്ന് പറയുന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ ഇതിൽ കാണുന്നവരെ ആരെയും വിട്ടുപോകരുത് എന്ന് അപേക്ഷിക്കുന്നു. 116 വർഷം പഴക്കമുള്ള 50 വർഷം മാത്രം ഗ്യാരണ്ടി ഉണ്ടായിരുന്ന മുല്ലപ്പെരിയാർ ഡാം പ്രത്യേകിച്ച് ഇപ്പൊ 26 പ്രാവശ്യം ഭൂചലനം ഉണ്ടായ സാഹചര്യത്തിൽ വിദഗ്ധന്മാർ പറയുന്നു ഏതവസരത്തിലും വലിയ ചലനം ഉണ്ടാകുമെന്ന്. അപ്പം ഈ ഡാം തകരുമെന്ന് പറയാൻ വലിയ പാണ്ഡിത്യത്തിന്റെ ഒന്നും കാര്യമില്ല, പരമേശ്വരൻ നായരുടെ കാര്യമില്ല, AGയുടെ കാര്യമില്ല, സാമാന്യ ബുദ്ധിയും കോമൺ സെൻസും ഉള്ള ആർക്കും പറയാൻ കഴിയുന്നതാണെന്നാണ് എന്റെ വീക്ഷണം. മുല്ലപ്പെരിയാർ എന്നത് സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം ഏകീകരിച്ച ധാരണയുള്ള ഒരു പ്രശ്നമാണ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏകീകരിച്ച ധാരണയാണ്. അവിടെ ഡാമിന് ബലക്ഷയമുണ്ട്. ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം. ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയണം. നമ്മുടെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവർ ഇന്നത്തെ മനുഷ്യമതിലിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് രാഷ്ട്രീയമായി യോജിക്കാത്തവരും ഈ മനുഷ്യമതിലിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. നമ്മുടെ അഭിവന്ദ്യരായ മതമേധാവികൾ തൊട്ട് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരാണ് ഈ മതിലിൽ പങ്കെടുത്തത്. ഇതിലൂടെ 2-3 കാര്യങ്ങളാണ് പ്രധാനമായും ഉയർത്തുന്നത്. ഒന്ന്, ഈ മനുഷ്യമതിലിന്റെ പ്രതിജ്ഞയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത്. അത്തരമൊരു ആപൽ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ ഉണ്ടായത്. റിച്ചർ സ്കെയിൽ 6 മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാനിടയുണ്ട്. തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാമെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം വലുതാണ്. അപ്പൊ ആ ദുരന്തം ഒഴിവാക്കുന്നതിനാണ് 2 മാർഗങ്ങൾ പറയുന്നത്. ഒന്ന്, മുല്ലപ്പെരിയാർ ഡാം കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളം
അത് 136 അടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് തകർന്നാലുള്ള കുത്തൊഴുക്കിന്റെ ശക്തി കുറക്കുന്നതിന് ആ വെള്ളം 120 അടിയിൽ നിജപ്പെടുത്തണം. ഇപ്പൊ 120 അടിയായി കുറക്കണം. അതോടൊപ്പം ഈ ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു ഡാം പണിയുക. പുതിയൊരു ഡാം പണിതതിന് ശേഷം വെള്ളത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകുമോ എന്ന ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ചിലപ്പോൾ ഉണ്ടാകാം. കേരളം ഏകസ്വരത്തിൽ പറയുന്നു, തമിഴ്നാടിന് കൊടുക്കുന്ന വെള്ളം ഒരു തുള്ളി പോലും കുറവില്ലാതെ തമിഴ്നാടിന് നൽകുമെന്ന്. ഇപ്പോഴും നൽകുന്നുണ്ട്. അത് പുതിയ ഡാം നിർമ്മിച്ചാലും നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ചില ഇടപെടലുകൾ വേണം. ആ ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത്. സുപ്രീം കോടതിയുടെ പരിശോധനയിലാണ് ഈ കാര്യങ്ങളാകെ കിടക്കുന്നത്. കോടതി നിശ്ചയിച്ച എംപവേർഡ് കമ്മിറ്റി കാര്യങ്ങൾ പരിശോധിക്കുന്നു. കോടതി നടപടികൾ ചിലപ്പോൾ വല്ലാത്ത കാലതാമസമായ